വെള്ളത്തിൽ വീണതോടൊക്കെ രാജകുമാരന്റെ ബോധമെല്ലാം തിരികെ വരികയാണ്. നിന്റെ വൃത്തികെട്ട സ്വഭാവം എന്റെ മേലെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയ ശിക്ഷയായിരിക്കും ഞാൻ തരിക എന്ന് ശാശ്വം പറയുമ്പോൾ രാജകുമാരന് അവളോട് സോറി പറയുകയാണ്. നനഞ്ഞ രാജകുമാരനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് റാണിയുടെ കൊട്ടാരത്തിലേക്ക് ശാശ്വം കൂട്ടി കൊണ്ടുപോവുകയാണ്. അവിടേക്കായിരിക്കും റാണിയും രാജാവും ബാക്കിയുള്ളവരും കൂടെ തോഴിയുടെ സംസാരം കേട്ട് ശാശ്വതിനെ കാണാൻ വേണ്ടി വരിക. രാജകുമാരൻ എന്തു തന്നെ പറഞ്ഞാലും ആരും അത് വിശ്വസിക്കാൻ തന്നെ കൂട്ടാക്കിയില്ല. പോരാത്തതിന് എരുതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടി 5 രാജകുമാരിയുടെ സംസാരവും ഇതെല്ലാം കൂടെ കേട്ട് റാണിക്ക് പിറന്നാളിന്റെ സന്തോഷമെല്ലാം നഷ്ടമാവുകയാണ്. അവരവിടെ നിന്നും വിഷമത്തോടെ തന്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങുന്നു. പിറന്നാളായതുകൊണ്ട് തന്നെ ഇതിനൊരു വിധി ഞാൻ കൽപ്പിക്കുന്നില്ല, നാളെ ഞാൻ എല്ലാത്തിനെയും വിളിച്ചു വരുത്തുന്നുണ്ടെന്ന് പറഞ്ഞ് രാജാവും 2 റാണിയും കൂടെ അവിടുന്ന് പോവുകയാണ്. ലിംബോയി ശാശ്വം കൂടെ വയ്ക്കും, നിനക്ക് ഒന്നും പറ്റിയില്ലല്ലോ എന്ന്. ശാശ്വം പറയും, നിനക്ക് എന്നിൽ വിശ്വാസമുണ്ടോ? ഉണ്ട്, അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൾ റാണിയുടെ അടുത്തേക്ക് പോകുന്നു. അടുത്ത ദിവസം പുലർച്ചെ തന്നെ ശാശ്വം വേഷം മാറിക്കൊണ്ട് തന്റെ റൂമിൽ നിന്നും എന്തോ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് ഇറങ്ങി പോവുകയാണ്.